ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം സ്വാഗതം. അപ്പോൾ കുഞ്ഞു വിശേഷമായിട്ട് ഞാനും വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട്. നമ്മളെ കാണുക കേൾക്കുക എപ്പോഴും പറയുന്നത് പോലെ എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. പിന്നെ എന്തുണ്ട്? നിങ്ങളുടെ നാട്ടിൽ മഴയാണോ ചൂടാണോ? നമ്മുടെ നാട്ടിൽ മഴയില്ല, ചൂട്, അതികഠിനമായ ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂട്, ദേഹത്തിന് തളർച്ച വരുന്ന ചൂട്, മനസ്സിന് ഡിപ്രഷൻ വരുന്ന ചൂട്, മൈൻഡ് ആകെ പോകുന്ന ചൂട്, ചൂടോട് ചൂട്, ചൂടോട് ചൂട്. ഇത് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ചൂടിൻ്റെ തീവ്രത അനുഭവിച്ചത് ഞാൻ. അതികഠിനമായ ത്രീ വാക്കുകളും കിട്ടുന്നില്ല, എന്നാലും കിട്ടാത്ത വാക്കുകൾ എടുത്തങ്ങ് പൊക്കിക്കോളും. കിട്ടാത്ത വാക്ക് വിടൂല, കിട്ടുന്ന വാക്ക് എടുക്കൂല. കിട്ടിയില്ലെങ്കിലും കിട്ടാത്ത വാക്കിനെ അങ്ങ് എടുത്തോളും. അതികഠിനമായ ചൂട്, അത് മതി, അത് മതി. അതാകുമ്പോൾ വലിയ പാടൊന്നുമില്ല. എൻ്റെ പൊന്നു, ഇന്നെന്തോ ചൂടായിരുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇന്നത്തെ അവസ്ഥ. എപ്പോഴും നമ്മൾ വെയിലത്തും മഴയത്തും ഒക്കെയാണ് പണി, പക്ഷേ ഇന്നത്തെ ചൂട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എൻ്റെ സുഹൃത്തുക്കളെ. വണ്ടി വെയിലത്തിരുന്നിരുന്ന് നമ്മൾ 200 രൂപ എണ്ണ അടിക്കും ദിവസം. ദിവസം 200 രൂപ എണ്ണ അടിക്കാൻ 3 ദിവസം ഓടേണ്ടത് 2 ദിവസം കൊണ്ട് അങ്ങ് തീരും. കാരണം എന്തെന്നറിയുമോ? പകുതിയും വെയിൽ ചൂടും കൂടെ അങ്ങ് ഊറ്റിയെടുക്കും. നമുക്കത് അങ്ങനെ ഫീൽഡിൽ പണിയായതുകൊണ്ട് എവിടെയാണോ അപ്പോൾ വണ്ടി കൊണ്ടുവയ്ക്കുന്നത് അവിടെ അങ്ങ് കൊണ്ടുവയ്ക്കും. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നിത്യവും വണ്ടി വെക്കാൻ പറ്റുന്നൊരു സൗകര്യമാണെങ്കിൽ തണലും ഇതൊക്കെ നോക്കി വെക്കാം. അപ്പോൾ വണ്ടി ഉണ്ടല്ലോ, പൊരിഞ്ഞു പൊരിഞ്ഞു വെയിലത്തിരുന്ന് പൊരിഞ്ഞു 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 വണ്ടിയും തിളയ്ക്കും. വണ്ടിക്കകത്ത് കിടക്കുന്ന എണ്ണയും കൂടെ അങ്ങ് വലിച്ചെടുക്കും. വന്ന് വണ്ടി എടുത്താലോ പട്ട് വന്ന് വണ്ടി എടുത്താലോ ബട്ടേഴ്സ് സീറ്റിൽ വെച്ച്, വേറെ വാക്ക് പറഞ്ഞത് മ്ലാശമല്ലേ, മ്ലാച്ച. ബട്ടേഴ്സ് വണ്ടിയുടെ സീറ്റിൽ വെച്ചിട്ട് ടക വണ്ടി ഓട്ടിക്കാൻ പറ്റൂല. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചോദിക്കില്ലേ ഈ പെണ്ണും പിള്ളേക്കും വട്ടാണോ എന്ന്. ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് ഈ തള്ള എന്തൊക്കെയാണ് തള്ളി മറിക്കണേന്ന് നിങ്ങൾ ചോദിക്കും. തള്ള വീഡിയോ ചെയ്യുമ്പം തള്ള ക്യാമറയിൽ നോക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തള്ള കഥ പറയുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഏതോ എവിടെയോ നോക്കി കഥ പറയുന്നു. നിങ്ങളെ നോക്കിയല്ല കഥ പറയുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവർ വിചാരിക്കല്ലേ ഇവർക്ക് വട്ടായോ എന്ന്. മനസ്സിൽ വരുന്ന വാക്കുകൾ ഇവിടെ വാരി വിതറുന്നുണ്ട്. ഞാൻ ഒന്നും മുന്നേ പോയിട്ട് ഈ പ്ലാൻ ചെയ്ത് വരുന്നതല്ല കേട്ടോ. ഫോൺ അങ്ങെടുത്ത് ഞാൻ വിചാരിക്കും എന്തെങ്കിലും നമ്മളെ കൂട്ടുകാരോട് എന്തെങ്കിലും നമ്മുടെ വിശേഷങ്ങൾ പറയാം. സന്തോഷമായാലും ദുഃഖമായാലും നല്ലതായാലും തിന്മയായാലും നമ്മളെ കാണാനും കേൾക്കാനും ഇപ്പോൾ യൂട്യൂബിൽ കുറേ കൂട്ടുകാരൊക്കെ നമുക്കുണ്ടല്ലോ. അമ്മമാരും ചേച്ചിമാരും മക്കളുമാരും പിന്നെ ചേട്ടന്മാരും, അങ്ങനെ കുറേ പേര് നമ്മളെ കാണാനും കേൾക്കാനും ഉണ്ട്. കുറേ പേരെന്ന് പറയുമ്പോൾ എന്തായാലും കുറഞ്ഞത് 100 പേരെങ്കിലും ഉണ്ട്. അത് തന്നെ ധാരാളമായി. 100 പേരെങ്കിലും നമ്മളെ കാണാനും കേൾക്കാനും ഉണ്ടല്ലോ. അപ്പം നമ്മൾ വരും, ഫോൺ എടുത്ത് ഓൺ ചെയ്തും. അപ്പോഴെന്താണോ നമ്മുടെ മെമ്മറിയിലൂടെ വരുന്നത് നമ്മളതിവിടെ പകർത്തുന്നുണ്ട്. ഒന്നും മുന്നേക്കൂട്ടി പ്ലാൻ ചെയ്ത് വരുന്നതല്ല. ഇപ്പോഴും ഇന്ന് വീഡിയോ എടുക്കട്ടെന്ന് കരുതി. പിന്നെ ഞാൻ കരുതി നോക്കട്ടെ, എന്തെങ്കിലും നമ്മുടെ കൂട്ടുകാരോട് തള്ളി മറിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വിഷയങ്ങൾ കിട്ടുകയാണെങ്കിൽ തള്ളി മറിക്കാമെന്നും പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ഓൺ ചെയ്ത് അങ്ങോട്ട് തുടങ്ങി. മുന്നും നോക്കിയില്ല പിന്നും നോക്കിയില്ല, അങ്ങ് വച്ച് കാച്ചുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് മാത്രമേ എനിക്കൊരു ഡൗട്ടുള്ളൂ. എന്തായാലും കാണുന്നവർ കാണുക, കേൾക്കുന്നവർ കേൾക്കുക, സ്കിപ്പ് ചെയ്ത് പോകുന്നവർ പോവുക. അപ്പം നമ്മുടെ വിഷയം എന്ത് പറയും? മൈൻഡ് എന്ന മായാജാലം. മൈൻഡ് എന്ന മായാജാലത്തെക്കുറിച്ചൊന്ന് നമുക്കിന്ന് സംസാരിച്ചാലോ? മൈൻഡ് എന്ന മായാജാലത്തെക്കുറിച്ചു നമുക്ക് 2 വാക്ക് പറഞ്ഞിടാം സുഹൃത്തുക്കളെ. നിങ്ങളും ഞാനുമാകുന്ന ഈ ലോകത്ത് നമ്മൾ നമ്മളെ തന്നെ മറന്നു ജീവിച്ചിടുക സുഹൃത്തുക്കളെ. ഇത് ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ വന്നതാണ് കേട്ടോ. ഞാനൊന്നും മുന്നേക്കൂട്ടി പ്ലാൻ ചെയ്തതല്ല. ഞാനൊരു പാട്ടുകാരിയല്ല, ഒരു കവിയത്രിയല്ല. ഞാനൊരു പാട്ടുകാരിയല്ല, ഒരു കവിയത്രിയല്ല, ഒരു കഥാപ്രസംഗക്കാരിയുമല്ല. ഞാൻ വെറുമൊരു പാവം. ഇന്ന് നിങ്ങൾ ചോദിക്കും ഈ പെണ്ണും പിള്ളയ്ക്ക് എന്താ പിരി പോയോ എന്ന്. അപ്പം മനസ്സെന്ന മായാജലത്തെക്കുറിച്ച് എൻ്റെ അറിവിൽ എനിക്ക് 2 പറയണമെന്ന് തോന്നി പറയുന്നു. നമ്മളെല്ലാവരും ഈ ലോകത്ത് ജീവിക്കുന്നു, അങ്ങനെയും നിത്യവും ജീവിച്ചു പോകുന്നു. കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു,
നമ്മൾ നമ്മളെ തന്നെ മറന്ന് ജീവിക്കുന്നു. അപ്പം നമ്മൾ കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും നമ്മുടെ ജീവിതം ഇങ്ങനെ ഒഴിഞ്ഞു മാറ്റി ഇങ്ങനെ നമ്മൾ ജീവിച്ചു കൊണ്ടേയിരിക്കും. നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാനോ നമ്മുടെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും നമ്മൾ മറന്നു പോകും. നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകും, കുടുംബത്തിന് വേണ്ടി ജീവിക്കും. പക്ഷെ നമ്മളിലൊരു പജായോ പജായോ വാക്കുകൾ കിട്ടില്ല, തത്തക്ക പുത്തൊക്കെ ആയി പോണു. നമ്മളെ മക്കൾക്ക് നമ്മളെ യൂട്യൂബിലുള്ള എല്ലാവർക്കും അറിയാം നമ്മളൊരു തത്തക്ക പുത്തൊക്കെയാണെന്ന്. അപ്പം നമ്മൾ നമ്മളെ തന്നെ മറന്നങ്ങ് കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്കൊരു പരാജയം വന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു പരാജയം വന്നാൽ അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണില്ല കേട്ടോ. ഒരു പരിധി വരെ അവർ നോക്കും. മക്കളായാലും കെട്ടിയനായാലും ഒരു പരിധി വരെ നോക്കും. അവരുടെയും പരിമിതികൾക്കും അപ്പുറമാണെങ്കിൽ അവരങ്ങ് കൈയൊഴിയും. പിന്നെ നമ്മളും മാത്രമാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിങ്ങനെ ഡിപ്രഷൻ അടിച്ചും എല്ലാം മാറ്റി വെച്ച് ജീവിക്കുമ്പോൾ ചില സമയത്ത് നമ്മുടെ മൈൻഡ് നമ്മളെ കൺട്രോളിലല്ലാണ്ട് വരും. നമ്മുടെ മനസ്സ് നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കാണ്ടി വരും. നമ്മുടെ മനസ്സ് നമ്മളും പിടിക്കുന്നിടത്ത് നിൽക്കാതെ വരും. നമ്മുടെ മൈൻഡ് കൈവിട്ട് പോകും. അപ്പം നമ്മൾ എന്താവും? നമ്മൾ നമ്മളെ തന്നെ മറന്ന്, പരിസരം മറന്ന്, പരിസരബോധം മറന്ന് നമ്മളാകെ അങ്ങ് എന്താ പറയണമെന്നും എന്താ പ്രവർത്തിക്കണമെന്നും നമുക്ക് തന്നെ ഒരു നിശ്ചയമില്ലാത്തൊരിതാവും. ഞാൻ പറയില്ലേ, മനസ്സ് നമ്മുടെ കൈകളിൽ നിൽക്കത്തില്ല. പിന്നെ അത് അതിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ ഇത് കാണുന്നവർക്ക് ഇഷ്ടപ്പെടത്തില്ല, കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടത്തില്ല, കൂട്ടുകാർ കൂടെ കൂട്ടത്തില്ല, നാട്ടുകാർ കൂടെ കൂട്ടത്തില്ല, ബന്ധുക്കൾ കൂടെ കൂട്ടത്തില്ല. അവളൊരു ഭ്രാന്തി, അവൾ പറയുന്നതൊക്കെ പൊട്ടത്തരം, അവൾ വെറും ഒരു ഭ്രാന്തി എന്ന് നമ്മളെ മുദ്ര കുത്തും. നമ്മളൊരു ഭ്രാന്തി എന്നുള്ള രീതിയിൽ നമ്മളെ മുദ്ര കുത്തും. പിന്നെ ആർക്കും നമ്മളെ ഇഷ്ടപ്പെടത്തില്ല, ആർക്കും നമ്മളെ കണ്ണിന് പിടിക്കില്ല. വീട്ടുകാരൊരു പരിധി വാക്ക് കിട്ടുന്നില്ല കേട്ടോ. പരിധി എന്ന വാക്ക് എൻ്റെ വായിൽ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ഒരു അസുഖം വന്നാലും അങ്ങനെ, ഒരു അസുഖമൊക്കെ വന്നാലും നോക്കുന്നവർക്കൊരു പരിമിതിയുണ്ട്. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അവർക്ക് പിന്നെ ഉള്ളിൻ്റെ ഉള്ളിലൊരു, പുറമേ നമ്മളടുത്ത് പറഞ്ഞില്ലെങ്കിലും, ഇതിപ്പോൾ അവരെന്ന് ഞാൻ പറയുന്നെങ്കിലും ഞാൻ ഉൾപ്പെടെ അവരെന്ന് ഞാൻ സംബോധന ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഉൾപ്പെടെ ഉള്ള മനുഷ്യന്മാരങ്ങനെയാണ്. ഈ പറയണ ഞാനാലും അങ്ങനെ തന്നെ. ഇപ്പം എൻ്റെ വീട്ടിലുള്ള വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതായാലും നമ്മൾ കുറേയൊക്കെ നോക്കും. കുറേ കഴിഞ്ഞ് വരുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരിഷ്ടക്കേട് തോന്നും. അവരോട് പറഞ്ഞില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവരെ നോക്കി നമ്മൾ മടുക്കുന്നുണ്ട്. എത്ര പാലേ തേനേന്ന് പറഞ്ഞ് നമ്മൾ സ്നേഹിക്കുന്നൊരു വ്യക്തിയായാലും ഇങ്ങനത്തെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് നമുക്കും തോന്നും. അതാണ് മനസ്സെന്ന മായാജാലം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് പ്രത്യേകിച്ച് നമ്മുടെ മൈൻഡൊക്കെ തെറ്റിപ്പോയി ആരും നമ്മളെ ഉൾക്കൊള്ളൂല്ല സുഹൃത്തുക്കളെ, ആരും നമ്മളെ ഉൾക്കൊള്ളൂല്ല. നമ്മൾ പിന്നെ അവിടെ എല്ലായിടും നമ്മൾ ഒറ്റപ്പെടും. എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തും. കാരണം എന്താ വെച്ചാൽ അവർ പറയും പോലെ നമ്മൾ കേൾക്കുന്നില്ലല്ലോ. അവർ പറയും പോലെ നമ്മുടെ മൈൻഡ് പ്രവർത്തിക്കുന്നില്ല, നമ്മളെ മനസ്സ് പ്രവർത്തിക്കുന്ന, നമ്മുടെ മനസ്സും നമ്മുടെ മൈൻഡും വേറെ ഏതോ ലോകത്താണ്. അപ്പം അവർ പറയുന്നത് അവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല, അവർ പറയുന്നത് നമുക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെയാകുമ്പോൾ നമ്മളെല്ലായിടും ഒറ്റപ്പെടും. നമ്മളെത്രയൊക്കെ സ്നേഹിച്ച്, നമ്മളെത്രയൊക്കെ വാരിക്കോരി കൊടുത്തെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ വെച്ച് വിളമ്പിയെന്ന് പറഞ്ഞാലും അവിടെയൊക്കെ നമ്മൾ വെറും ഒരു പാഴ് വസ്തുവായിട്ട് മാറും. നമ്മൾ നല്ല ഇതിൽ നല്ല മൈൻഡിൽ നല്ല പവറിൽ നടക്കുന്ന സമയത്ത് നമ്മളെ മക്കളെ വാരിക്കോരി കൊടുത്ത് നമ്മൾ ഊട്ടി അതുങ്ങളെ സ്കൂളിൽ അയച്ച് അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്ത് അവരുടേതായ കാര്യങ്ങൾ നോക്കി, അവരുടേതായ നിലനിൽപ്പ് നോക്കി, കെട്ടിയൻ്റെ കാര്യം നോക്കി, വീട്ടിലെ കാര്യം നോക്കി എല്ലാം നമ്മൾ ജീവിച്ച് പോകുന്ന നമുക്ക് പെട്ടെന്നൊരു നിമിഷം നമ്മുടെ മൈൻഡ് എന്ന മായാജാലം വഴിതെറ്റിപ്പോയാൽ നമ്മളവിടെ ഒറ്റപ്പെടും. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെ എപ്പോഴാണ് നമ്മുടെ മൈൻഡുകൾ തെറ്റണമെന്ന് ഞാനും പലവട്ടം ചിന്തിക്കാറുണ്ട് കേട്ടോ. എൻ്റെ മൈൻഡിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാകുന്ന ചില സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഡിപ്രഷൻ വരുന്നുണ്ട്. അത് നമ്മുടെ ഏജിൻ്റെ പ്രോബ്ലം ആണോ, ഹോർമോണിൻ്റെ പ്രശ്നമാണോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഏജുകൾ കൂടി വരുമ്പോൾ നമുക്ക് നമ്മുടെ മെൻസസ് എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ നിലയ്ക്കുമ്പോൾ ഹോർമോൺ ചേഞ്ചാണോ, നമ്മുടെ ഏജിൻ്റെ പ്രശ്നമാണോ, നമ്മുടെ കാലാവസ്ഥയുടെ പ്രശ്നമാണോ,
എന്തൊക്കെയാണെന്ന് എനിക്കും അറിയില്ല കേട്ടോ. ഞാൻ നിത്യം ജോലിക്ക് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പകുതി സമയം ദിവസം 12 മണിക്കൂറിൽ പകുതി സമയം ഞാൻ ജോലി സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പിന്നൊരു കാര്യമുണ്ട്. ആരാണാവോ? ആരോ എന്നെ വിളിക്കുന്നു. എൻ്റെ മോൻ വിളിക്കുന്നു. "മോനെ, അമ്മ വന്ന് ഇവിടെ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോനെ. അമ്മ കൗൺസിലിംഗ് നടത്തുകയാണ്. ഒന്ന് കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് വിളിക്കാം മക്കളെ. ഇല്ലെങ്കിൽ അമ്മേരെ വീഡിയോ പിന്നെ അമ്മ വീണ്ടും കട്ടാക്കേണ്ടി വരും. വീഡിയോയും കട്ടാവും ഫോണും കട്ടാവുമെന്നാണ് തോന്നണത്. അപ്പോൾ എന്തായാലും ഈ കോൾ കട്ടാകുമ്പോൾ ചിലപ്പോൾ മിക്കവാറും വീഡിയോയും കട്ടാവും കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ രണ്ടാമത് വീഡിയോ എടുക്കാൻ നിൽക്കില്ല. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അടുത്ത് പറയാം. ചിലപ്പോൾ ഈ കോൾ കട്ടാവുന്ന സമയത്ത് നമ്മുടെ വീഡിയോയും കട്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കട്ടാവുകയാണെങ്കിൽ ഞാനും വീഡിയോ കട്ടാക്കും. ഇനി രണ്ടാമതൊന്നും വരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും പറയുന്ന കാര്യങ്ങൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നതാണേ. അപ്പോൾ ആ കോൾ കട്ടായി. എന്തായാലും വീഡിയോ കട്ടായില്ല. കോൾ കട്ടായി വീഡിയോ കണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ മൈൻഡിൻ്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം ഒരു 6-7 മണിക്കൂർ ഞാൻ ജോലി സ്ഥലത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പിന്നൊരു കാര്യമായി എന്താണെന്ന് അറിഞ്ഞൂടാ, 1-2 വർഷത്തിൽ കൂടുതലായി. 1-2 വർഷമായി നമ്മൾ പുറമേയായിട്ട് യാതൊരു ഇതുമില്ല കേട്ടോ. പൊതുവെ എല്ലാ കാര്യത്തിലും അതിനി എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ കയറിയ പിന്നെ പുറത്തിറങ്ങാറില്ല. ജോലിയും കഴിഞ്ഞ് വീട്ടിൽ കയറിയ പിന്നെ പുറത്തിറങ്ങാറില്ല. ഇപ്പോൾ 1-1.5 വർഷം കൊണ്ട് നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. എന്തെങ്കിലും ഇത് വരുമ്പോൾ ഫോൺ എടുക്കുക, ലൈവ് വരിക, വീഡിയോ ഇടുക, ഷോർട്ട് ഇടുക. നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുറത്ത് ഇറങ്ങാറില്ല. അയൽവക്കമായിട്ട് ആയിട്ട് വലിയ ചർച്ചകളില്ല. എല്ലാവരോടും കാര്യമാണ്, എല്ലാവരോടും സ്നേഹമാണ്. ആരോടും പിണക്കവും കാര്യവും ഒന്നുമില്ല. ഇപ്പോൾ 2-3 വർഷം കൊണ്ടുള്ള സംഭവമാണ്. പുറത്തിറങ്ങി അയൽവക്കക്കാരുമായിട്ട് കഥ പറയാറില്ല, പരദൂഷണം പറയാറില്ല, കുന്നായ്മ പറയാറില്ല, അസൂയപ്പെടാറില്ല. ഞാനുമായിട്ട് പോകുന്നു. നമ്മൾ 2-3 പേര് കൂടെ ചേരുമ്പോഴാണല്ലോ മറ്റുള്ളവരെ കുറ്റം പറയാൻ തോന്നുക, മറ്റുള്ളവരെ പരദൂഷണം പറയാൻ തോന്നുക. അവിടെ എന്ത് നടന്നു, ഇവിടെ എന്ത് നടന്നെന്ന് അറിയാനുള്ള ഒരു ടെൻഡൻസി കൂടുക. അപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അയൽവക്കത്ത് ആര് താമസിക്കുന്ന ഒരുപാട് വാടകക്കാരും പുതിയ താമസക്കാരൊക്കെ വന്നെങ്കിലും പണ്ട് ആരെങ്കിലും അയൽവക്കത്ത് ആരാണ് താമസിക്കണമെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മൾ പറയും. ഇപ്പോൾ എന്നോടൊന്ന് ആരെങ്കിലും ചോദിക്കും, അവിടെ ആരാ താമസിക്കണത്? അവിടെ ആരാ താമസിക്കുന്നത് വെച്ചാൽ അങ്ങനെ പൊട്ടം കളിക്കാനേ എനിക്കറിയാവോ. കാരണം നമ്മൾ പുറമെ ഇറങ്ങുന്നില്ല, ആരോടും കഥ പറയുന്നില്ല, അടുത്ത വീട്ടിൽ മരണം നടന്നാൽ അറിയില്ല, അവിടെ എന്തെങ്കിലും വിശേഷങ്ങൾ നടന്നാൽ അറിയില്ല, ആരെങ്കിലും വന്ന് കല്യാണം വിളിച്ചാൽ മാത്രം അറിയാം. ബന്ധുക്കളെ വീട്ടിലും പോകുന്നത് കുറവാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ കുടുംബ വീട് തൊട്ടടുത്താണ്. എൻ്റെ കുടുംബവും ചേച്ചിയും മക്കളും ഒക്കെ അടുത്താണ് താമസിക്കുന്നത്. അവരുടെ അടുത്ത് പോലും ഇപ്പോൾ പോകാറില്ല കേട്ടോ. അല്ലെങ്കിൽ ചെന്ന് എപ്പോഴും കിട്ടുന്ന സമയം അവിടെ പോകും. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോവും. ചേച്ചിയുടെ അടുത്ത് മക്കളുടെ അടുത്ത് ഇരുന്ന് അവരോട് സംസാരിക്കും, അവരുമായിട്ട് കഥകൾ പറയും, അവരുമായിട്ട് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് ചിരിയും ആട്ടവും കൂത്തുമായിട്ടൊക്കെ അങ്ങനെ പോകും. ഇപ്പം അങ്ങോട്ടും പോകുന്നില്ല. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു. ആകെയൊക്കെ എന്തൊക്കെയോ ഒരു ഇതുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്. ഇനി അത് മനസ്സിൻ്റെ തോന്നലാണെന്ന് പറഞ്ഞിട്ട് എവിടെയൊക്കെ ഒരു ഒറ്റപ്പെടൽ ഫീലിംഗ് എന്നുണ്ട് കേട്ടോ. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഏജുകൾ കൂടി വരുന്നതോറും നമ്മുടെ ഹോർമോണിൻ്റെ ചേഞ്ചസ് ആണോ എന്നറിയില്ല. പെട്ടെന്ന് മൂഡ് ഔട്ടാവുക, പെട്ടെന്ന് വിഷമം വരിക, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. നിങ്ങൾക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് എന്തിൻ്റെ അസുഖമാണെന്ന് നിങ്ങളും കൂടെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനും എൻ്റെ കഥകളുമായിരുന്നു ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന. എത്രയും മിനിറ്റായെന്നൊന്നും ഞാൻ നോക്കുന്നില്ല. അല്ലെങ്കിൽ ലൈവിൽ വന്നിരുന്ന മകളിൽ നോക്കിയ പിള്ളേരെന്നെ കളിയാക്കും കേട്ടോ. കുട്ടനൊക്കെ നമ്മളെ കളിയാക്കാറുണ്ട്. എപ്പോഴും ലൈവ് ചെയ്യുന്നതിനും കിളവിയുടെ കണ്ണ് മാത്രം മേലെയാണ്. ലൈക്കിൻ്റെയും ആളിൻ്റെ എണ്ണ എടുക്കണയാണെന്ന്. ഇപ്പം ഞാൻ മുകളിൽ നോക്കിയാൽ ലൈക്കിൻ്റെയും ആളിൻ്റെ എണ്ണ അറിയാം. താഴോട്ട് നോക്കിയാൽ നമ്മൾ വീഡിയോ എടുത്താൽ താഴോട്ട് നോക്കിയാൽ മിനിറ്റ് എത്ര മിനിറ്റായെന്ന് അറിയാൻ പറ്റും. മിനിറ്റ് ഞാൻ നോക്കുന്നില്ല. എന്തൊക്കെയോ ഫോൺ ചെയ്ത് വെച്ചിട്ട് എന്തൊക്കെയോ ഞാൻ പറഞ്ഞ്. അപ്പം നിങ്ങൾ കാണുക. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ വാർത്തകളും ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും. ഹേമസുധയുടെ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ വാർത്തകളുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത്. കാണുന്നവർ കാണുക, ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ എൻ്റെ തോന്നലാണോ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒഴിവാക്കും കേട്ടോ. വീട്ടുകാർക്കായാലും കേട്ട് വരുമ്പോൾ മടുപ്പായിരിക്കും.
എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ അങ്ങനത്തെ നിലവിൽ വീട്ടുകാർ വെറുക്കത്തക്ക പ്രശ്നമൊന്നും ആയില്ല. എന്നാലും ഞാൻ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചുറ്റുവട്ടത്ത് ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിലും കാഴ്ചയിലൊക്കെ പെടുന്നത് കൊണ്ട് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും കുടുംബത്തിൽ സന്തോഷത്തോടെ കഴിയുക, സമാധാനത്തോടെ കഴിയുക. കുടുംബത്തെ നല്ല പൊന്നുപോലെ ഉള്ളം കയ്യിൽ വെച്ച് പരിപാലിക്കുക. നമ്മളൊന്ന് താളം തെറ്റിയാൽ നമ്മുടെ കുടുംബം താളം തെറ്റും. നമ്മൾ താളം തെറ്റിയാൽ നമ്മുടെ കുടുംബം താളം തെറ്റും. നമ്മുടെ കുടുംബം താളം തെറ്റാതിരിക്കണമെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം, നമ്മൾ യങ് ആയിരിക്കണം, നമ്മൾ ഹാപ്പി ആയിരിക്കണം, നമ്മൾ ബോൾഡ് ആയിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബം നല്ല ഇതായിട്ട് പോകും. അപ്പം നിങ്ങൾ ചോദിക്കും, നമ്മളില്ലെങ്കിൽ നമ്മളെ കുടുംബം നന്നായി പോകില്ലെന്ന്. അതൊക്കെ പോവും. നമ്മളില്ലെങ്കിലും നമ്മൾ ഈ ലോകം വിട്ട് ഈ ഭൂമി വിട്ട് പോയാലും നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബക്കാർ ഒക്കെ ഓക്കെ ആവും. കുറച്ച് ദിവസം അവർക്കൊരു വിഷമം ബുദ്ധിമുട്ടായും പിന്നെ പഴയപടി അവരങ്ങ് സ്വന്തമായിട്ട് ജീവിക്കാൻ തുടങ്ങും. അവരവരുടേതായ രീതികളിൽ അങ്ങ് പൊരുത്തപ്പെട്ടു പോകും. നമ്മൾ ഉള്ള സമയം വരെ നമ്മുടെ കുടുംബത്തെ പരിപാലിച്ച് കൊണ്ടുപോകേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ കെട്ടിയൻ്റെ കാര്യമായാലും മക്കളെ കാര്യമായാലും പേരക്കുട്ടികളൊക്കെ ആയാലും ഒക്കെ നമ്മുടെ പ്രത്യേകിച്ച് പെണ്ണെന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ആണുങ്ങൾ അധ്വാനിച്ച് പണ്ടൊക്കെയാണ് ആണുങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവരും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം പെണ്ണും കൂടി അധ്വാനിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടും സെയിം. ആണാണ് അധ്വാനിക്കണമെന്നും പറയാൻ പറ്റില്ല. പെണ്ണും ആണും ഇപ്പം സെയിം ആണ്. എന്നാലും കൂടുതൽ കുടുംബത്തിന് ഏറ്റവും വലിയ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ വീട്ടിൽ ഏറ്റവും വലിയ റോള് നമുക്ക് തന്നെയാണ്. പെണ്ണെന്ന് പറയുന്ന അമ്മയെന്ന് പറയുന്ന സ്ത്രീക്ക് തന്നെയാണ് ഏറ്റവും വലിയ റോള് കേട്ടോ. നമ്മളന്ന് താളം തെറ്റി എല്ലാം പോയെന്നേ, പിന്നെ ഒക്കെ അത്രയ്ക്ക് എത്ര തന്നെ. അപ്പം നമ്മൾ ബോൾഡായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല നല്ല ചിന്തകളുമായിട്ട് നല്ല ഇതായിട്ട് മുന്നോട്ട് പോവുക. ഞാനും അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മളും എനിക്ക് തോന്നുന്നു ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ വീട്ടിൽ അടച്ചിരിക്കുന്നുണ്ടായിരിക്കും. ഞാനും വിചാരിക്കുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകണം. ഒരു ദിവസത്തിൽ പകുതി ദിവസവും പുറത്താണ്. എന്നാലും വിചാരിക്കുന്നുണ്ട്. പിന്നൊരു കാര്യം, ഒരു ജോലിക്കും പോകാണ്ട് 24 മണിക്കൂറും വീട്ടിലിരിക്കുന്ന നമ്മുടെ സഹോദരിമാരുടെ അവസ്ഥകളും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു ജോലിക്കും പോകാണ്ട് നമ്മുടെ 24 മണിക്കൂറും വീട്ടിലെ കാര്യങ്ങളും നോക്കി നമ്മുടെ വീട്ടിലിരിക്കുന്ന സഹോദരിമാരെ കാര്യങ്ങളും ചിന്തിക്കണം. അവരുടെ അവസ്ഥയൊക്കെ എന്താണെന്ന്. പണിക്ക് പോകുന്ന നമുക്ക് ഈ അവസ്ഥയാണെങ്കിൽ 24 മണിക്കൂറും വീട്ടിൽ കിടക്കുന്ന അവരുടെ അവസ്ഥയെന്ന് നിങ്ങൾ നോക്കണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. പുറത്തെവിടെയൊക്കെ കറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പോയി കറങ്ങിയിട്ട് വന്നാൽ പിറ്റേന്ന് പണിക്ക് പോകാൻ പറ്റത്തില്ല. വായും പൊളിച്ച് കിടന്ന് ഉറങ്ങേണ്ടി വരും. അതൊക്കെ കൊണ്ട് നമ്മുടെ ബോഡിയുടെ നമ്മുടെ സൗകര്യമൊക്കെ അനുസരിച്ചാണ് നമ്മളെ പോക്ക്. അപ്പോൾ എന്തൊക്കെയോ മെസ്സേജ് അമ്മക്കിളി കൂടുതൽ എന്തൊക്കെയോ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. 15 മിനിറ്റാണ്, 20 മിനിറ്റാണ്, 10 മിനിറ്റാണ്, ഞാൻ നോക്കുന്നില്ല. കണ്ണട വെച്ചിട്ട് ഇനി മിനിറ്റ് നോക്കാം. എൻ്റെ പള്ളി 18 മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ വിഷയം കിട്ടുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല എൻ്റെ സുഹൃത്തുക്കളെ. ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് 18 മിനിറ്റ് നിങ്ങളോട് കഥ പറയാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു ഇതുമില്ലായിരുന്നു. കാണുന്നവർ കാണുക, 2 മിനിറ്റോ 3 മിനിറ്റോ കാണുന്നവർ കാണുക, പോകുന്നവർ പോവുക. എനിക്ക് എൻ്റെ മനസ്സ് ഇവിടെ തുറക്കാനൊരു അവസരം കിട്ടി. ഞാൻ മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ നമുക്കൊന്നും കിട്ടത്തില്ല. ചില സമയത്ത് നമ്മൾ എത്ര സംസാരിച്ചാലും നമുക്ക് മതിയാവത്തില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം പറഞ്ഞുകൊണ്ട് നല്ലൊരു രാത്രി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എപ്പോഴും ലൈവ് വരുന്നതുകൊണ്ട് ലൈവ് തന്നെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത് കേട്ടോ. നല്ലൊരു ദിവസം നല്ലൊരു രാത്രിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.